എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടൈപ്പ് 3 സ്വിഫ്റ്റിന്റെ ഒരു കിഡിലൻ മോഡിഫിക്കേഷൻ വീഡിയോക്ക് വന്നിട്ടുള്ളത്. അപ്പോ 2018 തൊട്ടിട്ട് 23 വരെ ഇറങ്ങിയിട്ടുള്ള സ്വിഫ്റ്റിന്റെ ബമ്പർ ആയാലും ഗ്രില്ലായാലും എല്ലാം സെയിം തന്നെയാണ്. മുമ്പത്തെ സ്വിഫ്റ്റ് പോലെ അങ്ങനെ മാറ്റിയിട്ട് ടൈപ്പ് 2 ടൈപ്പ് 3 എന്നുള്ള രീതിയിൽ ഇറക്കിയിട്ടില്ല. അപ്പൊ അത് നമ്മൾ എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്താലും ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പൊ കൂടുതൽ ആൾക്കാരും ചെയ്യണ പണി എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ സ്പോർട്സ് കിറ്റ് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ ആ ഒരു സംഭവം ചെയ്യുമ്പോൾ തന്നെ വണ്ടിക്കുള്ള മാറ്റം നമുക്ക് ചിന്തിക്കാത്ത ലെവലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു 2018 തൊട്ടിട്ട് 2023 വരെയുള്ള സ്വിഫ്റ്റിന് ഒരു സ്പോർട്സ് കിറ്റ് കയറ്റുക. ABS ക്വാളിറ്റിയുള്ള ആയിട്ടാണ്. ഫ്രണ്ട് ഗ്രില്ല് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് DRL ഫോഗ് ലാമ്പ്, അതേപോലെ തന്നെ സൈഡ് സ്കേർട്ട് വരുന്നുണ്ട്, ബാക്ക് ബമ്പർ, ബാക്ക് ഡിഫ്യൂസർ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സംഭവത്തിൽ വരുന്നത്. ABS ക്വാളിറ്റിയോട് കൂടിയുള്ള ആയിട്ട് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു തരത്തിലുള്ള ജർക്കിങ് വരുന്നുണ്ടാവും, വിണ്ടുകളിൽ കാണുന്നുണ്ടാവില്ല. ഇതിന്റെ തന്നെ ഫൈബർ ടൈപ്പ് വരുന്നുണ്ട്. അതൊന്നും ഒരിക്കലും വാങ്ങിച്ചു വെക്കാണ്ടിരിക്കുക, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പണി കിട്ടും. ഒരുപാട് ആൾക്കാരും അങ്ങനെ പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് അത് സെപ്പറേറ്റ് മാറ്റി പോവാറുണ്ട്. പിന്നെ നമ്മളിതിൽ ഈ ഒരു സ്പോർട്സ് കിറ്റ് കയറ്റുമ്പോൾ നോർമൽ ബേസ് മോഡൽ വരുന്ന ഹെഡ്ലാമ്പ് ആണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ലുക്ക് കിട്ടില്ല, ഒരു സ്പോർട്ടി ഫീൽ കിട്ടില്ല. അപ്പൊ ചിലവരാരും ഹെഡ്ലാമ്പ് വാങ്ങാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ സ്മോക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെയാണ്, സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ അതിനായിട്ട് നല്ലത് ഹെഡ്ലൈറ്റ് റീപ്ലേസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വരുന്ന തായ്വാൻ ടൈപ്പ് കിഡിന് ഹെഡ്ലാമ്പ് ചെയ്യുന്നുണ്ട്. DRL മാട്രിക്സ് ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ബൾബ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്, വൈറ്റിലേക്ക് ആക്കുന്നുണ്ട്. ബൾബ് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നത് 55 വാട്ടിൽ വരുന്ന നോർമൽ ബൾബാണ്. അപ്പൊ അത് വെട്ടം നല്ല രീതിയിൽ കുറവായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടുള്ള കസ്റ്റം ഹെഡ്ലാമ്പിന് ഇങ്ങനത്തെ LED ഹെഡ്ലാമ്പ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല വെട്ടം കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ടൈൽ ലാമ്പ് നമുക്ക് മാറ്റണം, അടുത്ത ബഡ്ജറ്റിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ടൈൽ ലാമ്പും എലോയ്സും കൂടിയിട്ട്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എന്തായിട്ട് കാണിക്കുക. അപ്പൊ ഇതൊക്കെ തന്നെയുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. നമുക്ക് എന്തായാലും കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങൾ ഇതാക്കണില്ല. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് 3 സ്വിഫ്റ്റിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും നമ്മളെ വർക്കും വീഡിയോ ഒക്കെ ഇഷ്ടം തന്നെയായിരിക്കുന്നു. അപ്പൊ ഇതില് ഒരുപാടധികം വർക്കുകൾ പെൻഡിങ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്പോർട്സ് കിറ്റും ഹെഡ്ലൈറ്റ് നിങ്ങളെ കാണിച്ചിരുന്നു. ഇനിയിപ്പോ ഹെലോയി മാറ്റുന്നുണ്ട്, ഒപ്പം തന്നെ ടൈൽ ലാമ്പ് മാറ്റുന്നുണ്ട്, ഇന്ത്യയിൽ നമ്മൾ സീറ്റ് മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള അത് ചെയ്യുമ്പോഴുള്ള വീഡിയോ ഇതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെക്കാൻ നിങ്ങൾ എന്തായാലും കാണിക്കാനായിട്ട് ഇതെല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാടധികം ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാടധികം ഉണ്ട്. ഷോർട്ട് വീഡിയോ ആയാലും ഫുൾ വീഡിയോ ആയാലും. അപ്പൊ നിങ്ങൾക്ക് കയറിയിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള എന്തെങ്കിലും വർക്കിനായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനല്ല, നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ മാത്രം മതിയെങ്കിൽ കൊറിയർ ആയിട്ട് നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കാരണം വെച്ചാൽ നമുക്ക് ഷിപ്പിങ്ങിന് ഈ നമ്പറും വർക്കിനായിട്ട് വരികയാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൺഫേം ചെയ്തിട്ട് മാത്രം ഷോപ്പിലേക്ക് വരിക. കൊറിയർ ആണെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് റിപ്ലൈ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഇതൊക്കെ തന്നെയുള്ള അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.